Hello dear students, how are you all? I hope all you are fine. Today we are going to learn with a new topic, that is to control pest. Suppose imagine that your mom's birthday is coming and you are planning a gift for her, and that is a kitchen garden, and you do not have any vegetable seeds, and I am giving you some seeds, and you planted them, and in 1 month your plantlets are grown and you are very happy. But one day you see that most of the plantlets are destroyed and you are very sad. Can you say that what happened to your plantlets? Yes, it is attacked by insect or something like that. Is it necessary to control them? Yes, very good. So today we can learn more about pest and how to control pest, and after this lesson you can successfully create a kitchen garden is real for your mom. A pest infestation is another important problem faced by our farmers. ഇന്ന് നമ്മുടെ ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് പെസ്റ്റ് അറ്റാക്ക്. പീപ്പിൾ ജനറലി അപ്ലൈ കെമിക്കൽ പെസ്റ്റിസൈഡ് ടു ഓവർകം ദിസ് പ്രോബ്ലം. പെസ്റ്റിനെ ഓവർകം ചെയ്യാനായിട്ട് മെയിൻലി കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. കണ്ടിന്യൂസ് ആയിട്ട് പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്നത് മൂലം പെസ്റ്റിന് റെസിസ്റ്റൻസ് പവർ കിട്ടുന്നു. സോ നമ്മൾ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി എക്സസീവായിട്ട് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നു. ലുക്ക് അറ്റ് ദിസ് ഇമേജ്. This is a news report. Cancer patients toll on the rise. Thiruvananthapuram. The wide use of chemical pesticide is suspected to be an important reason for the increase in the number of cancer affected persons. The presence of pesticides identified in even groundwater has become a matter of great concern. അതായത് കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ ഓവർ യൂസ് മൂലം ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ നമ്പർ കൂടുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡിന് പകരം ഹെൽത്തിനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പെസ്റ്റിസൈഡ് അതിൻ്റെ യൂസിനെ പറ്റി ആലോചിക്കുന്നത്. അതിനൊരു മാർഗമാണ് പെസ്റ്റ് ആൻഡ് ദെയർ നാച്ചുറൽ എനിമീസ്. Predators, parasites and pathogens of pest can be called natural enemies of pest. പെസ്റ്റിൻ്റെ പ്രെഡേറ്ററോ പാരസൈറ്റോ അതുപോലെ തന്നെ പതോജൻസിനെ ഇതിനെല്ലാമാണ് നമ്മൾ നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റ് എന്ന് പറയുന്നത്. The service of these organisms may be effectively utilized in agriculture. പ്രെഡേറ്ററിൻ്റെയും പാരസൈറ്റ്സിൻ്റെ അതുപോലെ തന്നെ പതോജൻസിൻ്റെ ഒക്കെ യൂസ് മൂലം ആ യൂസിനെ നമുക്ക് എഫക്റ്റീവായിട്ട് അഗ്രികൾച്ചറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് IPM. The basic principle of integrated pest management is not the destruction of pest totally. പെസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടോട്ടലി ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയുകയല്ല ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ് ആൻഡ് ടു ലിമിറ്റ് ദെയർ നമ്പർ വിത്തൗട്ട് ലോസ് ഓഫ് ക്രോപ്പ്. ക്രോപ്പിന് ലോസ് ഒന്നും വരാതെ തന്നെ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ നമ്പറിനെ ലിമിറ്റ് ചെയ്യുക. ടോട്ടലി പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്ത് ടോട്ടലി പെസ്റ്റിന് ഡിസ്ട്രക്ഷൻ ഒന്നും വരാതെ തന്നെ അതിൻ്റെ നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. This eco-friendly method ensures
pest control without disturbing the environment. Integrated pest management environment friendly ആയിട്ടുള്ള മെത്തേഡാണ്. This is done by reducing the use of chemical pesticide and encouraging the application of biopesticide, natural enemies of pest, mechanical pest control, etc. ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് വഴി നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബയോ പെസ്റ്റിസൈഡും പെസ്റ്റിൻ്റെ നാച്ചുറൽ എനിമീസിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെ നമുക്ക് എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഹാം ടു ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യാതെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഇനി മോഡേൺ ടെക്നോളജി എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നു ബൈ ഡിസ്ട്രോയിങ് ദ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് മെയിൽ പെസ്റ്റ് യൂസിങ് റേഡിയേഷൻ. റേഡിയേഷൻസ് യൂസ് ചെയ്ത് മെയിൽ പെസ്റ്റിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഫെറമോൺ. ഫെറമോൺ ട്രാപ്പ് ആർ ബിക്കമിങ് മോർ വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫെറമോൺ ട്രാപ്പ്. മോഡേൺ ടെക്നോളജി ആൻഡ് പെസ്റ്റ്. ഇനി ഈ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്ത് എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. ഇനി റേഡിയേഷൻസ് യൂസ് ചെയ്ത് നമ്മൾ മെയിൽ പെസ്റ്റിൻ്റെ controlling the multiplication of pest by destroying the reproductive capacity of male pest using radiation. മോഡേൺ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മൂലം പെസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നോക്കാം. പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. അൾട്രാസോണിക് സൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് റേഡിയേഷൻസ് യൂസ് ചെയ്ത് മെയിൽ പെസ്റ്റിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഫെറമോൺ ട്രാപ്പ്. ഫെറമോൺ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻസെക്റ്റ്. ഇൻസെക്റ്റ് അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഫെറമോൺ. അങ്ങനെയുള്ള ഫെറമോൺ ട്രാപ്പ് വഴി പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം. It is possible to develop artificial pheromone traps which are not exposed to any chemical and physical change. ഇപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഫെറമോൺ ട്രാപ്സ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഫെറമോൺ ട്രാപ്സ്. ഫെറമോണിൻ്റെ സ്മെല്ല് കാരണം പെസ്റ്റ് ഈ ട്രാപ്പ് വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് അട്രാക്റ്റ് ചെയ്തു വരും. പിന്നെ അതൊരു ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ പെസ്റ്റിനെ അവിടെ വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ദീസ് ആർ ദ മെത്തേഡ് ടു ഡിസ്ട്രോയ് പെസ്റ്റ്. ഈ മെത്തേഡിൽ കൂടെയൊക്കെ പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ആർ യു ക്ലിയർ അബൌട്ട് ടുഡേസ് ടോപ്പിക്? ഓക്കെ, വെരി ഗുഡ്. സോ ദെൻ യു ക്യാൻ സക്സസ്ഫുള്ളി ക്രിയേറ്റ് എ കിച്ചൺ ഗാർഡൻ ഈസ് റിയൽ ഫോർ യുവർ മാം. ആർ യു ഹാപ്പി? Okay, thank you.